കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും. സുധാകരൻ ഹൈക്കമാൻഡിന്റെ നിലപാട് അറിയിച്ചു. കണ്ണൂരിലെ നേതാക്കളുടെ സമ്മർദ്ദവും ജയന്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യത കുറയുമെന്നതും പരിഗണിച്ചാണ് തീരുമാനം. നോബിൾ മാരിക്കാരൻ സുധാകരനെ തീരുമാനിച്ചു. നോബിൾ. നികേഷ്, കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്നും പകരം ജയന്തിനെ മത്സരിപ്പിക്കണം എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ ആവശ്യം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ നിലപാട് മാറ്റി ഹൈക്കമാൻഡിനെ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ കെ സുധാകരൻ മത്സരിക്കണം എന്ന ആവശ്യത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയും അതിനൊരു സമ്മർദ്ദം കെ സുധാകരന് മേൽ ചെലുത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ തന്നെ അദ്ദേഹം ജയന്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിലും ആ പേരിനോട് പൂർണ്ണമായും അനുകൂലിക്കാൻ കണ്ണൂരിലെ നേതാക്കൾ തയ്യാറല്ലാത്ത സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥി, അതായത് ജയന്ത് അല്ലാതെ ഒരു സ്ഥാനാർത്ഥി വരുന്നതിനെതിരെ കൂടി ഒരു നിലപാട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും കെ സുധാകരൻ തന്നെ അവിടെ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിവരമായി പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ MP സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ, ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KPCC അധ്യക്ഷ പദം ഒഴിയേണ്ടി വരും എന്ന തരത്തിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടുകൊണ്ട് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് വിവരങ്ങൾ എന്താണെങ്കിലും ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ചിത്രങ്ങൾ തെളിയുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രധാനമായും കേരളത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ 3 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, അതോടൊപ്പം ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. കെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച ഈ സാഹചര്യത്തിൽ എന്താണെങ്കിലും കണ്ണൂരിൽ ഇനിയിപ്പോൾ മറ്റൊരു പേരിനെ കുറിച്ച് ഹൈക്കമാൻഡിന് ആലോചിക്കേണ്ടി വരില്ല. അതേസമയം വയനാട്ടിൽ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഏറെക്കുറെ തയ്യാറാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും രാഹുൽ ഗാന്ധി മറ്റു മണ്ഡലങ്ങൾ തേടാത്ത സാഹചര്യത്തിൽ രാഹുൽ തന്നെയായിരിക്കും വയനാട്ടിൽ എന്ന് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഉള്ളത് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമായിരിക്കും. ആലപ്പുഴയിൽ ഈ സാമുദായിക സമവാക്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും KC വേണുഗോപാൽ ഇന്നലെ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രത്യേകിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഫുൾ ടൈം മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള എപ്പോഴാണ് ലിസ്റ്റ് വരിക? ആദ്യഘട്ട ലിസ്റ്റിൽ കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഉണ്ടാകുമോ? നികേഷ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യഘട്ട പട്ടികയിൽ തന്നെ കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പേര് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വ്യാഴാഴ്ച വൈകിട്ടാണ് ആദ്യ യോഗം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ സൗത്ത് ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള, അതായത് കേരളം, കർണാടക അടക്കമുള്ള സൗത്ത് മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് അറിയുന്നു. എത്രയും വേഗം 100 സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിക്കുക എന്നാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം. അതിന്റെ ഭാഗമായി നോക്കുമ്പോൾ പോലും കേരളത്തിൽ നിന്നും അതോടൊപ്പം കർണാടകയിൽ നിന്നും വലിയ പേഴ്സൻറ്റേജിൽ സ്ഥാനാർത്ഥിനെ പൂർത്തിയാക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിന് ഉള്ളത്. എന്താണെങ്കിലും വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരുപക്ഷെ ആദ്യ പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എന്നാണ് നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ മത്സരിക്കാൻ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ സമ്മതം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. നേരത്തെ അവിടെ ചുമരെഴുത്തുകൾ ഉൾപ്പെടെ രാത്രി ആരംഭിച്ചതായ തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെ നമ്മുടെ തന്നെ റിപ്പോർട്ട് അവിടെ നൽകിയിരുന്നു. ഏതാണെങ്കിലും അതൊക്കെ കെ സുധാകരന്റെ ഒരു സമ്മതത്തോടെയാണ് എന്ന വിലയിരുത്തൽ കൂടി നമുക്കുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിലാകുമ്പോൾ സ്വാഭാവികമായും കെ സുധാകരൻ സമ്മതമില്ലാതെ അത്തരത്തിൽ ചുമരെഴുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമായ കാര്യമില്ല. അതും വിരൽ ചൂണ്ടുന്നത് എന്താണെങ്കിലും കെ സുധാകരൻ തന്നെയാണ് കണ്ണൂരിലെ UDFന്റെ സ്ഥാനാർത്ഥി എന്നതിലേക്കാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ണൂരിൽ മത്സരിക്കാനുള്ള താല്പര്യം, അതോടൊപ്പം തന്നെ ആ കാര്യം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ മറ്റ് ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡും കടക്കാൻ സാധ്യത വളരെ കുറവാണ്. നികേഷ്, നോബിൾ, വയനാട്ടിൻ്റെ കാര്യത്തിനകത്ത് രാഹുൽ തന്നെയാണോ എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ നോബിൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മറ്റൊരു മണ്ഡലം തേടാത്തതിനാൽ അമേഠിയിലും വയനാട്ടിലും തന്നെ രാഹുൽ മത്സരിക്കുമെന്നാണോ കരുതേണ്ടത്? നികേഷ്, അങ്ങനെ തന്നെയാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിമിഷം വരെ മറ്റൊരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിട്ടില്ല. അത് വിരൽ ചൂണ്ടുന്നത് പ്രധാനമായും വയനാട്ടിൽ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടിക്കടി രാഹുൽ ഗാന്ധി ഈ മണ്ഡലങ്ങൾ മാറുന്നതും ഒട്ടും ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിന് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ പോലും തെലങ്കാനയിലും അതോടൊപ്പം കർണാടകയിലൊക്കെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം അതാത് PCCകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വയനാട് പോലെ ഇത്രയും സുരക്ഷിതമായൊരു മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സമവാക്യങ്ങളും രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായും അനുകൂലമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ വലിയ ഭൂരിപക്ഷം സർക്കാർ ഉണ്ടായിരുന്നിട്ട് പോലും രാജ്യസഭാ സീറ്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ മറ്റ് പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തെലങ്കാനയിലാണെങ്കിൽ ഒരുപക്ഷെ BRSുമായി BJP ഒരു ടൈപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാഭാവികമായി അവിടെ പരാജയം ഏറ്റുവാങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകളൊന്നും സുരക്ഷിതമല്ല എന്ന വിലയിരുത്തൽ
ഹൈക്കമാൻഡ് കൂടിയുണ്ട്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ രാഹുൽ മത്സരിക്കുന്ന ഒരു മണ്ഡലം മൂന്നാമതുണ്ടെങ്കിൽ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട പഠനം ഉൾപ്പെടെ ഹൈക്കമാൻഡ് നടത്തുന്ന ഒരു പാരമ്പര്യം അത്തരത്തിലൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും ഈ വക ഒരു കാര്യങ്ങളും ഈ നിമിഷം വരെ നടന്നിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ BJP സ്ഥാനാർത്ഥി പട്ടിക വരികയാണെങ്കിൽ അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രധാന നേതാക്കളുടെ എല്ലാം പേരുകൾ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ആ പട്ടിക വരികയാണെങ്കിൽ അതും മറ്റൊരു തരത്തിൽ വെല്ലുവിളിയാകും എന്ന വിലയിരുത്തൽ കോൺഗ്രസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇടയുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് വയനാട് തന്നെ ആണ് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം എന്താണെങ്കിലും വ്യാഴാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റു മണ്ഡലം, പ്രത്യേകിച്ച് അമേഠിയോ അല്ലെങ്കിൽ റായ്ബറേലിയോ, ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ പാരമ്പര്യമായ മണ്ഡലങ്ങളാണ്. അമേഠിയിൽ കഴിഞ്ഞ തവണ തോറ്റെങ്കിൽ പോലും രാഹുൽ രണ്ടാമതായി തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് അമേഠിയായിരുന്നു. ഈ തവണയും അത് ഒരുപക്ഷെ അമേഠിയോ അല്ലെങ്കിൽ റായ്ബറേലിയോ ആകും എന്നൊരു സാധ്യത കൂടി നമുക്ക് പറയേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയോടാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ പറഞ്ഞതെങ്കിലും പ്രിയങ്ക ഗാന്ധിയും ഈ നിമിഷം വരെ ഇതിൽ മനസ്സ് തുറക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും, അതോടൊപ്പം രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധി, ഒരു കുടുംബത്തിലെ 3 പേർ അങ്ങനെ പാർലമെന്റിലേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാനുള്ള നീക്കം കൂടി ഒരുപക്ഷെ ഉണ്ടാകും, രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ അമേഠിയിലേക്കോ അല്ലെങ്കിൽ റായ്ബറേലിയിലേക്കോ രാഹുൽ ഗാന്ധി രണ്ടാം മണ്ഡലമായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണെങ്കിലും വിശദമായി നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വയനാട് ഏറെക്കുറെ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സാമുദായിക സമവാക്യം കൂടി നോക്കി ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ കൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാവുകയാണ്. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ച നിലവിൽ ഇന്ന് KPCC അധ്യക്ഷൻ ദില്ലിയിൽ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ മറ്റ് ചർച്ചകൾ ഒന്നും ഇല്ല എന്നാണ് അറിയുന്നത്. നാളെയാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്, വൈകിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. അപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് കൂടി ദില്ലിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ ചർച്ചകൾ ഉണ്ടാവുക എന്ന് അറിയുന്നു. അതിന് മുൻപായിട്ട് ഒരുപക്ഷെ വിശദാംശങ്ങൾ നൽകുന്നത്. K. സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.